ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നോവോട്ടൽ അല്ലേ, ഇവിടെയാണ് നമ്മുടെ മീറ്റപ്പ് ഉള്ളത്. ഇതാ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ്. മാളവിക മോഹനാണ് ചീഫ് ഗസ്റ്റ്. അപ്പോൾ 11th ഫ്ലോറിലാണ് ഈ മീറ്റപ്പ് നടക്കുന്നത്. സോ നമ്മൾ 11th ഫ്ലോറിൽ പോകാം, ബാക്കി അവിടെ ചെന്നിട്ട്. ഈവനിങ് 4 മണിക്കായിരുന്നു കേട്ടോ ആദ്യം ഇവൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഉച്ചയപ്പോൾ പറഞ്ഞു ഒരു 5 മണിക്കൊക്കെ തുടങ്ങുന്നുണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു. വന്ന ഉടനെ തന്നെ ചായയും സ്നാക്സിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അത് കുടിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിതേ ജസ്റ്റ് ഇവിടെ എൻട്രി എത്തി 11th ഫ്ലോറിൽ. നല്ല കിടിലൻ വ്യൂ. അപ്പോൾ തുടങ്ങിയിട്ടില്ല കേട്ടോ, അവിടെ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല പ്രോഗ്രാം. അപ്പോൾ ഇവിടെ പുറത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളും ചായയും സ്നാക്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലഗേജൊക്കെ നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, കാരണം ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നമുക്ക് പോകണം. സോ ഇവിടെ തന്നെയാണ്, എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിത് എത്തുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പല പല ഇൻഫ്ലുവൻസസ് അവരിതേ ടേസ്റ്റ് ലൈവിങ് സെഷൻസ് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇതായിരുന്നു കേട്ടോ ആ ഒരു സൈഡിൽ. പിന്നെ നമുക്കറിയാലോ പേളിമാണിയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഇങ്ങനെ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മിത്ത് കുട്ടി ആ സമയമായപ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം മിത്തു നാട്ടിലാണ്. അവർ അന്നത്തെ ദിവസം നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നല്ലോ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവൾക്ക് ഈ ഡ്രസ്സും കോസ്റ്റ്യൂമും ഈ സെറ്റപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ അവിടുത്തെ അവരുടെ ന്യൂ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ പരിചയപ്പെടാനുള്ള അവസരം കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സൈഡിലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ പോവാം, ഷൂട്ട് ചെയ്യാം. എൻ്റെ പിന്നിലിരിക്കുന്നത് ഗോൾഗപ്പ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറൊക്കെയാണ്. ഇതേ അവരുടെ ക്യാമറാമാൻമാർ വന്നിട്ട് നമ്മളെ കൊണ്ട് അങ്ങനെ പോസ് ചെയ്യിക്കും, ഇങ്ങനെ പോസ് ചെയ്യിക്കും, അവരുടെ ക്യാമറയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അവരിങ്ങനെ സെഷൻസ് ഇങ്ങനെ അവരുടെ ഫുൾ ടേസ്റ്റി നിബിൾസിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള ലൈവ് ടേസ്റ്റിംഗ് സെഷൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേ കണ്ടു, ഇതൊക്കെ അവരുടെ ഡിഷസാണ്. Yes, ladies and gentlemen, that moment of the evening is right here. We do have our chief guest coming in and the other dignitaries joining us as well. तालियों के साथ मालविका जी स्वागत करता है. And I will also our influencer friends. അപ്പോഴേക്കും എല്ലാവരും എത്തി. നമ്മുടെ ചീഫ് ഗസ്റ്റ് മാളവിക മോഹൻ, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സത്യനന്ദിക്കാടിൻ്റെ പുതിയ സിനിമ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ ഒപ്പം. അപ്പോൾ മാളവിക മോഹനാണ് ഹീറോയിൻ. അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഇത് കണ്ടോ, ഇതാണ് ന്യൂ ലോഞ്ചസ്, ഏതൊക്കെ ഫുഡുകളാണ് ടേസ്റ്റി നിബിൾസിൻ്റെ എന്നൊക്കെയാണ് ഇതിലിങ്ങനെ അവർ പരിചയപ്പെടുത്തി തരാം അവരുടെ ഒരു സെഷൻ ആകുമ്പോൾ. ഈ ഒരു ന്യൂ ലോഞ്ചിൻ്റെ ഇനോഗ്രേഷനായിരുന്നു ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇത്രയും ന്യൂ പ്രോഡക്റ്റുകളാണ് ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ടേസ്റ്റി നിബിൾസ് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മുടെ കമൻറ്റിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതാം. നല്ല കിടിലൻ ടേസ്റ്റാണ് അവരുടെ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇവർ തന്നെ ലൈവായിട്ട് ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയണം. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു ഇത് കിട്ടി. പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ലോഞ്ചൊക്കെ കാണിക്കണമായിരുന്നു. പിന്നെ ഉള്ളത് ലൈവ് ടേസ്റ്റിംഗ് സെഷൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വെറും ടേസ്റ്റി നിബിൾസിൻ്റെ പ്രോഡക്റ്റുകളാണ്. ഇത് പാലട പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ നാട്ടിലെ സദ്യക്കാണ് ഇത്ര ടേസ്റ്റുള്ള പാലട കഴിച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നിന്ന് ഒരിക്കലും ആ ഒരു ടേസ്റ്റിലുള്ള കിട്ടില്ല. എല്ലാം റെഡി ടു ഈറ്റ് ആണ്. അതായത് ഒരു ജപ്പാൻ മിലിറ്ററി ടെക്നോളജി പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഡിഷുകളാണ് അവരുടെ. അത് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നൊരു സംഭവമാണ്. അടിപൊളിയാണ്. ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഷാപ്പിലെ മീൻ കറി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രോഡക്റ്റ് ഉണ്ട്. വെറും ചൂടുവെള്ളത്തിൽ മാത്രം ഇട്ടാൽ മതി. ഇത് അധികം ഈ ഓൺ സൈറ്റിലൊക്കെ ജോലിക്ക് പോകുന്നവർ, ഇപ്പോൾ രംഷേട്ടൻ്റെ ഓഫീസിലൊക്കെ ആണെങ്കിലും അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് പുറത്തും ഉണ്ടായിരുന്നു ഈ ലൈവ് ടേസ്റ്റിംഗ് സെഷൻ അല്ലാതെ പുറത്തും ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ വെജാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോൺ വെജ് ആയിരുന്നു അവരുടെ അടിപൊളി. പക്ഷേ നമുക്ക് ഈ വ്രതവും കാര്യങ്ങളൊക്കെ കാരണം വെജാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. രംഷേട്ടന് ഇവരുടെ ഈ ഒരു ഐഡിയ ആൻഡ് ടെക്നോളജിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ മെയിൻ ഹെഡുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു സാറാണ്. നമ്മുടെ ഇവൻറ്റ് ഇതേ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. ഇപ്പോൾ സമയം ഇവൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മണി ഒക്കെ ആയി. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ
അപ്പോൾ നമ്മളിവിടെ താഴെ റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകും. എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമുള്ള അത്ര അടുത്താണ്, പക്ഷേ എന്തായാലും നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എയർപോർട്ടിൽ പോകും. പിന്നെ അവിടെ ലോഞ്ചിൽ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അധികം നേരമൊന്നുമില്ല, ഇപ്പം 3 മണിക്കൂർ മുന്നേ ചെക്കിനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇവൻറ്റൊക്കെ നല്ല അടിപൊളിയായി നടന്നു. ഇത് നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നല്ല രസമായിരുന്നു. ഫുഡാണെങ്കിലും ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ. ടേസ്റ്റിംഗ് സെഷൻ തന്നെ വയറ് നിറയാനുള്ളതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്ത് ഒരു ഫുഡ് കൗണ്ടർ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കം വന്നിങ്ങനെ തൂങ്ങി വീഴുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. നാളെ രാവിലെ അവിടെ എത്തുമ്പോൾ കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. ബാക്കി നമ്മൾ എയർപോർട്ടിലെ വിശേഷങ്ങളും നാട്ടിലെത്തിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ വഴിയെ കാണിക്കാം കേട്ടോ. ഞാൻ ഉറങ്ങട്ടെ ഒരു അരമണിക്കൂർ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി. നമുക്കിപ്പോൾ ഒരു സെക്യൂരിറ്റി ചെക്കിനൊക്കെ 3 hours മുന്നേ ആയ കാരണം നമ്മൾ പിന്നെ കുറച്ചും കൂടെ നേരത്തെ എത്താമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാതും സാധാ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയം അങ്ങനെ ഇതായതുകൊണ്ടാണ് ഒരു 3 hours മുന്നേയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ ഒരു ഇവൻറ്റ്. അതൊരു 10-10:30 കഴിയാൻ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും പിന്നെ 1.5 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. 12:30 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ നിന്ന് പോരണം. അപ്പോൾ പിന്നെ വിചാരിച്ചു ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കണേക്കാളും നല്ലത് ഒരു 2 hours നമുക്ക് എയർപോർട്ടിൽ ലോഞ്ചിൽ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാതിരുന്നത്. പക്ഷെ ഒരു ഫുൾ രാത്രി ഉറക്കമൊഴിക്കുക എന്നുള്ളതായിരുന്നു ഇതിലെ ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ലോഞ്ചിലെത്തി. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് ഇവിടെ കിടന്നുറങ്ങാം. അപ്പോൾ ഉറങ്ങട്ടെ, സമയം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സാധാരണ ലോഞ്ചിൽ വരുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി ഒന്നും അല്ലാത്തൊരു നേരം 12 മണി. പിന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇവൻറ്റിന് ഫുഡ് കഴിച്ച കാരണം ഒന്നും തന്നെ കഴിച്ചില്ല. എന്നാലും ഞാൻ വെറുതെ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു കേട്ടോ. കാരണം ലോഞ്ചിൽ വന്നിട്ട് എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാതിരിക്കുകയെന്ന് വിചാരിച്ച് 1-2 സ്വീറ്റ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ ഇവിടെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത്ര നേരം ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ എന്തിനാണ് ഇത്ര നേരത്തെ തന്നെ രാവിലെ ടിക്കറ്റ് എടുത്തത് എന്ന് വെച്ചാൽ രംഷേട്ടൻ്റെ നാട്ടിലെ സപ്താഹം 7 ദിവസം നടക്കുന്ന സപ്താഹത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. 11th നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അത് കൂടണം എന്ന് ഒരു ആഗ്രഹം. അപ്പോൾ അമ്മയും പറഞ്ഞു അത് കൂടാം, ലാസ്റ്റ് ഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കൊച്ചിയിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ മെല്ലെ കോഴിക്കോട് നിന്ന് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ കോഴിക്കോട്ട് നിന്ന് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേ കൊണ്ട് സപ്താഹം ഉച്ചയോടുകൂടി കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ രാവിലത്തെ 5 മണിയുടെ തന്നെ ഫ്ലൈറ്റ് എടുത്ത് ഓടിപ്പിടിച്ച് വന്നത്. ഒരു 6:30 ആയപ്പോഴേക്കും നമ്മൾ കൊച്ചിയിലെത്തി. പക്ഷേ കൊച്ചിയിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടല്ലോ നമ്മുടെ വളാഞ്ചേരിക്ക്. അപ്പോൾ 3 മണിക്കൂർ എടുത്തു കേട്ടോ. ഹലോ മിത്തുവാ, എന്താ വല്ല അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമൊന്നും ഇല്ലാത്ത കാരണം മിത്തുവിനെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മിത്തുവിനെ ഞങ്ങൾ വഴിയിൽ നിന്നാണ് പിക്ക് ചെയ്തത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മാഡി നിക്കി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ ബാംഗ്ലൂരിൽ നിന്ന് തലേദിവസമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ രംഷേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് മിത്തുക്കുട്ടീനെ കാണുന്നത്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിത്തുവിനോട് ചോദിച്ചു. ബാംഗ്ലൂരൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ പിന്നെ ഒരു ദിവസമേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ വന്നു. 10-ാം തീയതി മിത്തു എത്തി, 11-ാം തീയതി ഞങ്ങൾ നാട്ടിലെത്തി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളിതേ വളാഞ്ചേരി എത്തി, രംഷേട്ടൻ്റെ നാട്ടിൽ എത്തി. അപ്പോൾ അവിടെ വീട്ടിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്താറായി എന്ന് പറയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. കാരണം അവിടെ ആരുമില്ല. കഴിഞ്ഞ 7 ദിവസമായിട്ട് അവിടെ ആരും വീട്ടിലില്ല. എല്ലാവരും സപ്താഹമായിട്ട് അമ്പലത്തിലാണ്. രാവിലെ 6 മണിക്ക് പോയാൽ രാത്രി 8 മണിക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് 10 മണിയൊക്കെ ആവും എത്താനെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുള്ളപ്പോൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മയും അച്ഛനും ആ സമയമാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. കാരണം ചടപടേന്ന് പറഞ്ഞ് വേഗം കുളിക്കുക, അമ്പലത്തിലേക്ക് പോവുക. കാരണം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും എന്നറിയായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി വേഗം കുളിച്ച് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് മാക്സിമം 1 മണി വരെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവസാനത്തെ ഒരു അധ്യായമെങ്കിലും കേൾക്കാമെന്ന് രംഷേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ അവിടുത്തെ ചക്കയും മാങ്ങയൊക്കെ കണ്ണ് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ചെന്ന് ഉടനെ. പക്ഷേ അതൊന്നും കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് ശരിക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ലേറ്റ് ആവണ്ട എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ കാറിൽ പോയി അതേ സപ്താഹം
തുടങ്ങിയെന്ന് പറയേണ്ട ആവശ്യമില്ല, സപ്താഹം കഴിയാറായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ 11ാമത്തെ അധ്യായം വായിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻറ്റ് ലേഡീസ് ഏത് അധ്യായമാണ് വായിക്കേണ്ടതെന്ന്. എല്ലാം വായിക്കാം, എന്നാലും 12ാം അധ്യായം വായിക്കണം നല്ലതാണ്. പന്ത്രണ്ടാം അധ്യായം കേട്ടാൽ ഫുൾ ഭാഗവതം കേട്ട പോലെയാണെന്ന് പറയാം. കാരണം അതെല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു സമ്മറി പോലെയാണ്. അതുകൊണ്ടാണ് നമ്മളത് മാത്രം വായിച്ചാലും ഭാഗവതം വായിച്ച പോലെ, അത് മാത്രം കേട്ടാലും ഭാഗവതം കേട്ട പോലെ എന്ന് പറയണത് കേട്ടോ. ഓടിക്കാണിച്ച ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മങ്ങിടുന്നു വിശപ്പാൽ മുഖം തിങ്ങി കിഴിഞ്ഞിടുന്നു. അപ്പോൾ ഭഗവാന് ഭക്ഷണം കൊടുത്തതിന് ശേഷം എന്നും ഇങ്ങനെ പാട്ട് പാടി, സാധാരണ അമ്മമാർ കുട്ടികൾക്ക് പാട്ട് പാടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്നും ഉച്ചയ്ക്ക് അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് 1:30 ആകുമ്പോഴേക്കും എല്ലാതും കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു പ്രസാദം വാങ്ങിക്കലും, പിന്നെ അത് നല്ല തിരക്കായിരുന്നു കേട്ടോ, ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിന് പങ്കെടുത്തിട്ടുള്ള ആചാര്യന്മാരെ എന്താ പറയുക, ആദരിക്കുന്ന ചടങ്ങ്, ഇതൊക്കെയായിരുന്നു പിന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാതും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തിന് ശേഷം പിന്നെ ഈ വർഷമാണ് വരുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് ആൾക്കാരെ കാണുന്നതും പരിചയപ്പെടുന്നതും പരിചയം പുതുക്കുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിൽക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളൊരു കൊല്ലത്തിലൊരു 4 പ്രാവശ്യമൊക്കെ വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ മിത്തുക്കുട്ടിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒരു വർഷമായി. ഇനി നെക്സ്റ്റ് ഇയർ 10th ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതും ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ്. എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞതേ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വളരെ കുറച്ചാണ് കേട്ടോ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, 2 ദിവസത്തെ ഉറക്കക്ഷീണം ബാക്കിയുണ്ട്. നമ്മൾ വീട്ടിലെത്തിയതും കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം.